അമ്മ വിളിക്കുന്നു, ഞാനിപ്പോ വരാം. വിളിക്കാൻ കൊണ്ടൊരു സമയം. എന്താ അമ്മേ? 9 മണി ആവണേന് മുമ്പ് കേറി കഥ കടച്ചോ. വന്ന് ദേഹണക്കാർക്ക് കാശ് കൊടുക്ക്. ഉണ്ണിമാ അല്ല ഇങ്ങോട്ട്. പന്തലുകാർക്കും ദേഹണക്കാർക്കും ഒക്കെ കാശ് കൊടുക്കണ്ടേ? അതിനെന്തിനാ അവരെ വിളിക്കുന്നത്? ഞാൻ കൊടുത്തവര് വാങ്ങില്ലേ? അവർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കേണ്ടെന്നുള്ളത് വാസുനല്ലേ അറിയൂ. അതെത്രയാന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുത്തോളാം. നീ മുറിയിലേക്കല്ലേ? ചേട്ടനെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ചെല്ല്. അമ്മ തുടങ്ങിയല്ലേ ആദ്യ ദിവസം തന്നെ? അതോടോ ഞാൻ കൊട പിടിച്ചു കൊടുക്കാം. മുഷിഞ്ഞോ? സോറി. ഇത് രാമേട്ടന്റെ കത്തല്ലേ? സ്നേഹം നിറഞ്ഞ വാസുവിനും നവവധുവിനും നിങ്ങളുടെ ദാമ്പത്യം ഒരാനന്ദ നൃത്തം പോലെ ഉല്ലാസഭരിതമാവട്ടെ. താളപ്പുഴയോ അപശ്രുതിയോ ഇല്ലാത്ത സുന്ദര ശോഭനമായ ഒരു പുത്തൻ ജീവിതത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്നേഹപൂർവ്വം, സ്വന്തം കണ്ണോത്ത് രാമനാഥൻ. പുള്ളിക്കാരൻ എന്റെ ഒരു അകന്ന ബന്ധുവാണ്. മുത്തശ്ശിയെ വേളി കഴിച്ചത് ഒരു നമ്പൂതിരിയായിരുന്നു, ഈ രാമനാഥന്റെ മുത്തച്ഛൻ. ആ വഴിക്കൊരു ഏട്ടനായിട്ട് വരും കക്ഷി. ആള് വലിയ കലാകാരനും കാശുകാരനും ഒക്കെ, പക്ഷേ സ്ത്രീ വിഷയത്തിൽ ആളല്പ വീക്ക. മനസ്സിലായില്ലേ? എന്തായാലും എന്നോട് വലിയ കാര്യമാണ്. എന്റെ കല്യാണം നടക്കുന്നില്ലെന്നറിഞ്ഞപ്പോ കക്ഷി എന്നോട് തിരക്കി, നിനക്ക് ചൊവ്വും ചേലുള്ള പെണ്ണ് വേണോ അതോ പണം വേണോ? ചൊവ്വും ചേലുള്ള പെണ്ണ് മതിയെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ കിട്ടുണ്ണി മാമനെ രാമേട്ടൻ എന്റെ അടുത്തോട്ട് അയച്ചത്. സത്യം പറഞ്ഞ നമ്മുടെ കല്യാണത്തിന് കാരണക്കാരൻ തന്നെ രാമേട്ടനാ. ഒരു ദിവസം രാമേട്ടനെ വിളിച്ച് നല്ലൊരു സദ്യ കൊടുക്കും. പേടിക്കണ്ട, വീട്ടിൽ വന്നെന്ന് വെച്ചാൽ അങ്ങനത്തെ ആളൊന്നുമല്ല. ആ കാര്യത്തിലൊക്കെ മഹാമാന്യന. തികഞ്ഞ ആഠ്യത്തെ നിറഞ്ഞ പെരുമാറ്റം. ആളെ ഒന്ന് കാണേണ്ടതാ. ഏത് പെൺകുട്ടി കണ്ടാലും ഒന്ന് മോഹിച്ചു പോകും. അല്ല, നമ്മളെന്തിനാ വല്ലവരുടെയും കഥ പറഞ്ഞ് സമയം കളയുന്നത്? ആട്ടെ, എന്റെ കുടുംബക്കാരെയൊക്കെ പരിചയപ്പെട്ടോ? ഓ, എന്തൊരു തണുപ്പായി കൈക്ക്. ഈ സുന്ദരിമാരുടെ കൈയെല്ലാം ഇങ്ങനെയാണാവോ? എന്താ വേറെ വല്ല സുന്ദരിമാരുടെയും കൈ പിടിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ ആദ്യത്തെ പെണ്ണും ആദ്യത്തെ കൈയും ഇതാണേ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? വാസുവേട്ടൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു, കുളിക്കാം. ഇത് എത്ര പവനുണ്ട്? 5 പവൻ. ആകെ ഈ മാല മാത്രമേ ഉള്ളൂ? അല്ല, വേറെയും കുറച്ചുണ്ട്. നാത്തും കണ്ടതല്ലേ? ദേഹം മുഴുവൻ സ്വർണ്ണം അണിയിച്ച അമ്മ എന്നെ അയച്ചത്. ഗിരിജെടുത്തി വന്നതും അങ്ങനെ തന്നെയാ. അപ്പോയിട്ടും പേരും പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനാ. വാസുവേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥനും. പറഞ്ഞിട്ടെന്താ കാര്യം? വാസുവേട്ടൻ സൗന്ദര്യം നോക്കിയാ പോയത്. അത് നിങ്ങളുടെ ഭാഗ്യം. 10 ദിവസം കഴിയുമ്പോ സൗന്ദര്യത്തിലുള്ള ഭ്രമമൊക്കെ തീരും. ഓ, നേരെ ഉച്ചയായല്ലോ. പുതുമണവാട്ടി ഇപ്പൊ കുളി ദേവാരം കഴിഞ്ഞ് എഴുന്നല്ലേ ഉള്ളൂ. വേഗം ചെന്ന് അടുക്കള കയറി പണി വല്ല എടുക്കാൻ നോക്ക്. ചെല്ലേ, നടത്തം കണ്ടില്ലേ? ഉണ്ണി പോയപ്പോ വീട് ഉറങ്ങിയ പോലായി. അതാ സത്യം. 2 വഴക്കടിക്കാൻ ഒരാളില്ലാതായി. ചേച്ചി പിന്നീട് കെട്ടിച്ചുവിട്ടാ പോരായിരുന്നില്ലേ അമ്മേ? അതെ, നിനക്ക് ചുണ്ടി എടുക്കാൻ ഒരാളായിട്ട് എന്നും അവളോടെ നിർത്താം. അയ്യോ, അത് വേണ്ട. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി കെട്ടിച്ചുവിട്ടിരുന്നെങ്കിൽ എനിക്ക് ബോറടിക്കില്ലായിരുന്നെന്ന് പറഞ്ഞതാ. ഒന്ന് പോന്നുണ്ടോ മുന്നീന്ന്? ഞാൻ പോയാലേ അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, പറഞ്ഞേക്കാം. ചേച്ചി, ഇവളൊന്ന് ക്ലാസ്സിൽ പോയില്ലേ അമ്മേ? നീയും വാസുദേവനും വരുമെന്ന് പറഞ്ഞ് ഇന്ന് ക്ലാസ്സിൽ പോവാതെ നിൽക്കുക അവള്. ശ്രീകുട്ടിക്ക് എന്താ ഒരു നിശബ്ദത? മുതിർന്നവര് സംസാരിക്കുമ്പോ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ ഞാൻ ഇടയിൽ കയറി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. ശ്രീകുട്ടിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. അയ്യോ, ഇവള് ചുമ്മാ പാവായിട്ട് അഭിനയിക്കാൻ വാസേട്ടാ. എന്ത് നാക്കാന്നറിയോ? ഇവളോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല. വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മക്കളെ. വാ വാ. അല്ല, എനിക്കൊരു സംശയം. കല്യാണം കഴിഞ്ഞ ശേഷം
ഉണ്ണിയേച്ചി ചെറുതായി ഒന്ന് വീർത്തു, വാസുവേട്ടൻ ചെറുതായി ഒന്ന് ചൊട്ടുകയും ചെയ്തു. എന്താ കാര്യം? കല്യാണത്തിന്റെ അലച്ചിലും കൊണ്ടായിരിക്കും അല്ലേ വാസു? അതെ അതെ. ഉണ്ണിയേച്ചി വാ, ചോദിക്കട്ടെ. ഓ, വാ. ഇരിക്കും മോനെ. ആ. വാ, 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 വാ. വാ, വാ, ഇരി. ആ, കണവൻ വീട്ടിലെ വിശേഷം എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് വാസോട്ടെ? കണ്ടിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു? കാഴ്ചയിലെ കാര്യമല്ല ചോദിച്ചത്. ആള് ചൂടനാണോ അതോ രസികനാണോ? പാവാ, എപ്പോഴും കളിയും തമാശയുള്ളൂ. അയ്യടാ പച്ച പാവം, ഒരു കളി ചിരി. ആ, അമ്മായിയും എങ്ങനെ? കൊഴപ്പില്ല. എന്ന് വെച്ചാ എന്തോ കുഴപ്പമുണ്ടെന്നർത്ഥം. ആ, നാത്തൂനും അപ്പോട്ടിന് എങ്ങനെ? എല്ലാരും ശരിക്കും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആഹാ, രണ്ടുപേരും കൂടെ എന്ത് പറയാ? അമ്മേ, ഇവള് വാസുവേട്ടന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുക. കേട്ടമ്മേ, വാസുവേട്ടൻ പാവാണെന്നാ ചേച്ചി പറയുന്നത്. പാവാന്ന് മാത്രല്ല, നല്ല ചിട്ടക്കാരനും കൂടിയാ. ചാട്ടക്കാരനോ? എന്താ അത്ലറ്റ് ആണോ? ചാട്ടക്കാരനല്ല, ചിട്ടക്കാരനെന്നാ പറഞ്ഞ. എന്തിനും ഒരു ഉത്തരവാദിത്വം കൃത്യനിഷ്ഠയുണ്ട്. ആണുങ്ങളായ ചിട്ടയും ശീലവും ഒക്കെ വേണം. ആ, രണ്ടുപേരും എഴുന്നേറ്റ് വന്നേ. വാസുദേവൻ ഊണ് കാലാക്കണ്ടേ? അയ്യോ മതി മതി, വയറ് നിറഞ്ഞ് പൊട്ടാറായി. ഇങ്ങനെ പോയാൽ കുറച്ചു ദിവസത്തിനകം ഞാനൊരു ഉണ്ണിക്കൊടവയറായി മാറും. അതിന് വാസുവേട്ടൻ അധികമൊന്നും കഴിച്ചില്ലല്ലോ. ഉണ്ണിക്കൊടന്റെ ഉടനെ ചേച്ചിക്ക് വരുമെന്നോ എന്റെ പേടി. തിടുക്കത്തിലായതുകൊണ്ട് കറികളൊന്നും നന്നായിട്ടുണ്ടായി. ഏയ്, എല്ലാം നന്നായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം ഇന്നാ ഇത്രയും നല്ലൊരു ഊണ് ഞാൻ കഴിക്കുന്നത്. ആ പിന്നെ അമ്മേ, എനിക്ക് നാളെ തന്നെ പോണം. നാളെ തന്നെ പോവേ? കല്യാണം കഴിഞ്ഞ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും ഒക്കെ. ചടങ്ങൊന്നും സാരമില്ല, നാളെ തന്നെ ഓഫീസിൽ കയറണം. കല്യാണത്തിന് കുറച്ച് ലീവ് എടുത്തതാ. വേണമെങ്കിൽ ഉണ്ണിമായ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. എന്നാ ഞാനും വരാം. വാസുവേട്ടൻ തനിച്ചല്ലേ ഉണ്ടാവും? ഇവിടുന്ന് പോയിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ വാസുവേട്ടൻ പോയി വരട്ടെ. ചേച്ചി ഇവിടെ നിൽക്കൂ. അതല്ല ശ്രീകുട്ടി, ഞാനില്ലെങ്കിൽ വാസുവേട്ടന്റെ ഒരു കാര്യം നടക്കില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ചേച്ചി ചെല്ലുന്നതിന് മുമ്പ് ഇത്രയും കാലം വാസുവേട്ടൻ എങ്ങനെ കഴിഞ്ഞു? നീ ഒന്ന് വായ അടയ്ക്കുന്നുണ്ടോ? ഈ ബസ് കാത്ത് ഇപ്പൊ ദുസ്സഹമാണ്. ഒരു ബൈക്ക് വാങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഒരെണ്ണം വാങ്ങുന്നത് നല്ലതാ. പക്ഷെ ഇന്ധന ചെലവിന്റെ കാര്യം ഓർക്കുമ്പോഴാ, വാങ്ങിപ്പോയാ പിന്നെ എവിടെ പോകാനും അതില്ലാതെ പറ്റില്ല. എന്നാലും ഒരെണ്ണം വാങ്ങാല്ലേ. ഉണ്ണിയും പുറകെ കയറ്റി ഗട്ടറുള്ള റോഡിലൂടെ ഉള്ള യാത്ര വളരെ രസകരമായി. അതെന്താ? അല്ല, ഈ കുണ്ടിലും കുഴിയിലും വീഴുമ്പം വീഴാതിരിക്കാൻ വേണ്ടി ഉണ്ണി പുറകെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പം അതോർത്ത് പറഞ്ഞാ. ദേ, അത് നമ്മുടെ സ്വപ്നയല്ലേ? കല്യാണം കഴിഞ്ഞെന്നാ തോന്നണേ. വാ. അല്ല, തൽക്കാലം ബൈക്ക് മതി. അംഗങ്ങൾ കൂടി കൂടി വരുമ്പം സാവകാശം നമുക്ക് കാറാക്കാം. സ്വപ്നേ, രണ്ടുപേരും കൂടി എവിടെ പോന്നിക്ക? ഇപ്പൊ ട്രൂപ്പിലൊന്നും പോകുന്നില്ല അല്ലേ? ഇല്ല. സ്വപ്ന പോന്നെ പിന്നെ രാജസേന മാഷിന് കഷ്ടകാല. സ്വപ്നയോ? ആ, ഞങ്ങളുടെ ട്രൂപ്പിൽ സ്വപ്നസുന്ദരി എന്ന ബാലയിലെ ഹീറോയിൻ ആയിരുന്നു സ്വപ്ന. ഏതായാലും സ്വപ്ന കല്യാണം അറിയിക്കാതെ ശരിയായില്ല കേട്ടോ. വരട്ടെ. എന്താ വാസുട്ടാ? എന്ത് പറ്റി വാസുട്ടാ? നിന്റെ ശരിക്കുള്ള പേര് ഉണ്ണിമായെന്നോ അതോ സ്വപ്നയെന്നോ? നീ ബാലെ ട്രൂപ്പിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടോ? ആ വിവരം എന്തുകൊണ്ടാ പറയാതിരുന്നത്? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ പറഞ്ഞതല്ലേ. നൃത്തം പഠിച്ചു എന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല മോഹിനിയാട്ടോ ഭരതനാട്യമോ ആയിരിക്കുന്നു. അതൊക്കെയാണ് വലിയ വീട്ടിലെ പെൺകുട്ടികൾ പഠിക്കുന്നത്. അതുപോലെയാണോ ബാലെ? ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ തന്നെ ഞാനും പഠിച്ചിട്ടുള്ളത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ പഠിച്ച കല തൊഴിലാക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ചീത്തയായിട്ടൊന്നുമില്ല. അച്ഛൻ സുഖമില്ലാതെ ആശുപത്രിയിലായപ്പോഴും മരിച്ച ശേഷവും അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തു. അത് തെറ്റാണോ? ഇതിനൊക്കെ നേരത്തെ എന്നോട് പറയാറുന്നില്ലേ? മനഃപൂർവ്വം പറയാതിരുന്നതല്ല. എല്ലാം വാസുവേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുന്നു കരുതി. ആ ട്രൂപ്പിലെ പെണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചു എന്ന് കരുതി ഇത്രയ്ക്ക് അങ്ങ് ഫീലിംഗ് ആയോ? നിന്റെ വാസോട്ടിനല്ലേ ചോദിച്ചത്, വേറെ ആരുമല്ലല്ലോ. ഒന്ന് ചിരിച്ചേ. ഈ വെളുത്ത കവിളിൽ കണ്ണുനീര് വീണ് നനയുന്നത് കാണാൻ ഒരു ചന്തവും ഇല്ല. ചിരി.